കേൾക്കാൻ വേണ്ടിയിട്ട് ഉച്ചയിൽ ഉദാത്തഹ എന്ന് സംസ്കൃതത്തിൽ പറയും. ഉദാത്തമായിട്ടുള്ള ഭാവത്തിൽ ഉള്ളിൽ തട്ടുന്ന രീതിയിൽ ആ ഭഗവാന്റെ നാമം ജപിച്ചു കഴിഞ്ഞാൽ ഉച്ചതയെ സർവപാതക, നമ്മുടെ എല്ലാ പാപങ്ങളും ദോഷങ്ങളും നീങ്ങാനുള്ള വഴിയാണ് പറയുന്നത് ആ നാമം ജപിക്കുക എന്ന് പറയുന്നത്. എന്നിട്ട് പറയണു, ഈ ശ്രീമദ് ഭാഗവതം എന്നുള്ളത് വളരെ വിശേഷമായിട്ടുള്ളതാണ്. ആ ഭാഗവതം പഠിക്കുന്നത് തന്നെ സകല ദോഷങ്ങളെയും തീർക്കാൻ. മുമ്പ് പറഞ്ഞുവല്ലോ, ഭാഗവതത്തിൻ്റെ ഒരു ഗ്രന്ഥം നമ്മുടെ വീട്ടിലുണ്ടായി കഴിഞ്ഞാൽ തന്നെ അവിടെ ദോഷങ്ങളൊന്നും അല്ലെങ്കിൽ മറ്റു ശല്യങ്ങളോ വാസ്തുദോഷമോ വേറെ ഒന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ്. ദിവസവും വീട്ടിൽ ഭാഗവതത്തിൻ്റെ ഒരു ശ്ലോകമോ അല്ലെങ്കിൽ ഒരു അധ്യായമൊക്കെ വായിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വിശേഷമായിട്ടുള്ളതാണ്. ദ്വാദശിക്കോ ഏകാദശിക്കൊക്കെ ഭാഗവതം വായിക്കുക എന്നുണ്ടെങ്കിൽ ശൃണ്ണൻ ആയുഷ്യവാൻ ഭവേത്, അവൻ അല്പായുസായി തീരില്ല, അവൻ്റെ എല്ലാ ക്ലേശങ്ങളും രോഗങ്ങളും ഒക്കെ തീരും, എല്ലാ ദോഷങ്ങളും തീരും എന്നാണ് പറയുന്നത്. വേദങ്ങളൊക്കെ പഠിക്കുന്നതിന് തുല്യമായിട്ടുള്ളതാണ് ഈ ശ്രീമദ് ഭാഗവതം വായിക്കുക എന്നുള്ളത്. ബ്രാഹ്മണരിത് വായിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് പ്രജ്ഞയുണ്ടാവും, ക്ഷത്രിയരായിട്ടുള്ളവർ വായിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് രാജ്യസമ്പത്തുകൾ കിട്ടും എന്നൊക്കെ പറയുന്നു. അങ്ങനെയുള്ള ഈ ശ്രീമദ് ഭാഗവതം എന്നുള്ളത് പണ്ട് ഭവഭീതനായിട്ടുള്ള ബ്രഹ്മാവിന് ഉപദേശിച്ചതാണ് ഭഗവാൻ. ബ്രഹ്മാവിന് ഭയം വന്നപ്പോഴാണ് ഈ ശ്രീമദ് ഭാഗവതം ഭഗവാൻ ഉപദേശിച്ച ചതുശ്ലോകി ഭാഗവതം ഉപദേശിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള ആ ഭാഗവതം നമ്മളെ സംസാരത്തിലുള്ള എല്ലാ ഭയങ്ങളും ക്ലേശങ്ങളും നീക്കാൻ ഉതകുന്നതാണ്, ഏറ്റവും ഉത്തമമായിട്ടുള്ളതാണ്. എപ്രകാരമാണോ വൈഷ്ണവരിൽ വെച്ചിട്ട് മഹാദേവൻ ശംഭു ഏറ്റവും വലിയ വിഷ്ണുഭക്തനായി തീരുന്നത്, അതുപോലെ തന്നെ പുരാണങ്ങളിൽ വെച്ച് ശ്രീമദ് ഭാഗവതം എന്നുള്ളത് ഏറ്റവും വിശേഷമായിട്ടുള്ളതാണ്. ഇത് വായിക്കുകയോ കേൾക്കുകയോ ചെയ്യുന്നത് സകല ദുരിതങ്ങളെയും ഇല്ലാതെയാക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ട് അവസാനം പറയുന്നു, ഭഗവാനെ ഞങ്ങൾക്ക് കൂടുതലൊന്നും അറിയില്ല, ഒരു പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് ശ്രീമദ് ഭാഗവതം ഉപസംഹരിക്കുന്നത്. ഭവേ ഭവേ യഥാഭക്തി, ഭഗവാനെ ഞങ്ങൾക്ക് മറ്റൊന്നും പ്രാർത്ഥിക്കാനില്ല. എങ്ങനെ ആയിക്കഴിഞ്ഞാലാണോ അങ്ങയുടെ പാദത്തിൽ ഭക്തി ഉണ്ടായിത്തീരുക, തവ പാതയോ ജായതേ, അങ്ങയുടെ പാദത്തിൽ ഭക്തി ഉണ്ടാകുന്നത് ഏത് തരത്തിലാണെന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് അങ്ങയിൽ ഭക്തി ഉണ്ടാവണം എന്നുള്ളത്. തഥാ കുരുഷ്വ ദേവേശ, അങ്ങനെ അങ്ങ് ചെയ്യൂ ഭഗവാനെ. അങ്ങയുടെ പാദത്തിൽ എങ്ങനെയാണോ ഞങ്ങൾക്ക് ഭക്തി ഉണ്ടാവുക, ആ ഭക്തി കൊണ്ടേ ഗതി ഉണ്ടാവൂ, ഉത്കൃഷ്ടത ഉണ്ടാവൂ എന്ന് ഞങ്ങൾക്കറിയാം. കാരണം അങ്ങ് ഞങ്ങളുടെ നാഥനാണ്, അങ്ങല്ലാതെ വേറൊരാളും ഞങ്ങൾക്ക് ആശ്രയിക്കാനായിട്ടില്ല. അതുകൊണ്ട് ഞങ്ങളുടെ ഹൃദയത്തിൽ ഭക്തി സ്ഫുരിക്കുന്ന രീതിയിൽ, ഭക്തി വളരുന്ന രീതിയിലുള്ളത് ചെയ്യൂ ഭഗവാനെ. ഏതൊരു ഭഗവാന്റെ നാമസങ്കീർത്തനമാണോ എല്ലാ പാപങ്ങളെയും നശിപ്പിക്കുന്നത്, നാമസങ്കീർത്തനം യസ്യ സർവപാപപ്രണാശനം, അങ്ങനെയുള്ള ഭഗവാൻ ശ്രീഹരിയെ ഞങ്ങളുടെ എല്ലാ ദുഃഖങ്ങളും ഇല്ലാതാവാൻ വേണ്ടിയിട്ട് ഞങ്ങളിതാ ഭഗവാനെ സാഷ്ടാംഗം അങ്ങയുടെ പാദങ്ങളിൽ നമസ്കരിക്കുകയാണ്. പ്രണാമോ ദുഃഖശമന, കാരണം പലതരത്തിലുള്ള ദുഃഖങ്ങളെ കൊണ്ട് ആർത്തരായിരിക്കുകയാണ് ഞങ്ങൾക്ക് വേറെ ആരും ആശ്രയിക്കാനില്ല. ഞങ്ങളുടെ ദുഃഖങ്ങളൊക്കെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങയുടെ പാദങ്ങളിൽ ഞങ്ങൾ സാഷ്ടാംഗം നമസ്കരിക്കുന്നു ഭഗവാനെ. ഞങ്ങളുടെ ദോഷങ്ങളെയും പാപങ്ങളെയൊക്കെ തീർത്ത് ഞങ്ങളെ ഭക്തരും ശുദ്ധരുമാക്കി തീർക്കണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഈ ഭാഗവതം ഉപസംഹരിക്കുന്നത്. ഇനി യജ്ഞത്തിൻ്റെ അടുത്തൊരു ഘട്ടമായിട്ട് ഇവിടെ അവഭൃത സ്നാനം എന്ന് പറഞ്ഞൊരു ചടങ്ങ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിലിവിടെ നമ്മൾ അഭിഷേകമാണ് ചെയ്യുന്നത്. ഇവിടെ പൂജിച്ച് കലശമൊക്കെ അദ്ദേഹം പൂജിച്ച് വെച്ചിട്ടുണ്ട്, ആ അഭിഷേകം ചെയ്യും. ആ സമയത്ത് നമ്മളെല്ലാവരും സഹസ്രനാമം ജപിക്കും. വളരെ വിശേഷമായിട്ടുള്ളതാണ്. ഭാഗവതത്തിൽ തന്നെ പറയുന്നത് ദിവസവും സഹസ്രനാമം ജപിക്കാൻ നമ്മളോട് പറയാൻ കാരണം, ഭാഗവതം വായിക്കുമ്പോൾ എന്തെങ്കിലും ത്രുടികളോ ദോഷങ്ങളോ ഒക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ദോഷയോ ശമനാർത്ഥം അതിൻ്റെയൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് വിഷ്ണു സഹസ്രനാമം ജപിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ വിഷ്ണു സഹസ്രനാമം ഇവിടെ ജപിക്കും. ആ സമയത്ത് ഇവിടെ അഭിഷേകം നടക്കും. അത് കഴിഞ്ഞിട്ട് അവതാര പാരായണത്തോട് കൂടിയിട്ടാണ് ഇവിടെ സമാപിക്കുക. ഈ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറയാം. ഇപ്പോൾ ഭാഗവതമൊക്കെ വായിക്കണം എന്നൊക്കെ പലർക്കും ആഗ്രഹം ഉണ്ടാവും, പലർക്കും വായിക്കാൻ നേരെ സാധിക്കില്ല എന്നുള്ളൊരു ഇതുണ്ടാവും. കാരണം വായിച്ചിട്ടല്ല എങ്ങനെ ശരിയായി വരും. നിങ്ങളൊക്കെ വാസ്തവത്തിൽ ഭാഗ്യവാന്മാരാണ്. കാരണം ഇവിടെ തൊട്ടടുത്ത് തന്നെ ഇത്രയും നന്നായി സംസ്കൃതം പഠിപ്പിക്കുന്ന ഏത് പ്രായത്തിൽ, കാരണം നമുക്ക് സംസ്കൃതം പഠിക്കണം എന്ന് പലർക്കും ആഗ്രഹം ഉണ്ടാവും, പക്ഷെ പഠിക്കാൻ സാധിക്കില്ല. ആരോട് പോയിട്ടാണ് ചോദിക്കുക? അപ്പോൾ ഇത്രയും നല്ല ഒരു സ്ഥാപനം ഭഗവാൻ സാക്ഷാൽ സുബ്രഹ്മണ്യ സ്വാമി തന്നെ
ജ്ഞാനമൂർത്തിയായിട്ടുള്ള ആളാണ് സുബ്രഹ്മണ്യസ്വാമി. ആ സുബ്രഹ്മണ്യസ്വാമിയുടെ സന്നിധിയിൽ തന്നെ ഇത്രയും നല്ല ഒരു സംസ്കൃത പഠന കേന്ദ്രം ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ പലർക്കും അത് അറിയില്ല തോന്നുന്നുണ്ട്. എന്താണെങ്കിലും ശരി, അങ്ങനെ സംസ്കൃതം പഠിക്കാനുള്ള ഏറ്റവും നല്ലൊരു കേന്ദ്രം, ധാരാളം കുട്ടികളിവിടെ വന്ന് പഠിക്കുന്നുണ്ട്. വളരെ നല്ലൊരു സ്ഥാപനമാണ്. അവിടെ വന്നിട്ടൊക്കെ നമുക്ക് പഠിക്കാം. ഏത് പ്രായത്തിലുള്ളവരും സംസ്കൃതം പഠിക്കാനുള്ള വലിയ ഒരു സംരംഭമാണ് അവിടെ നടക്കുന്നത്. അതൊക്കെ ഉപയോഗപ്പെടുത്തുക. അപ്പം നമുക്ക് കൂടുതൽ ഈ ശാസ്ത്രങ്ങളും പുരാണങ്ങളും ഒക്കെ അറിയാനൊക്കെ സാധിക്കും. നമുക്ക് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഈ സ്ഥാപനം കൂടുതൽ വിശാലമായി കേരളത്തിൽ ഇപ്പം അറിയപ്പെടാം. എല്ലാവർക്കും അറിയില്ലെങ്കിൽ കൂടിയിട്ട് വളരെ അറിയപ്പെടുന്ന ഒരു സ്ഥാപനമാണ്. ഭാരതം മുഴുവൻ ഈ സ്ഥാപനം അറിയപ്പെടട്ടെ. ഭഗവാൻ അതിനുള്ള എല്ലാ അനുഗ്രഹങ്ങളും വർഷിക്കട്ടെ. നമുക്കെല്ലാവർക്കും സഹസ്രനാമം ചൊല്ലിയതിന് ശേഷം അവതാര പാരായണം ചെയ്ത് നമുക്ക് യജ്ഞം ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കാം. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഹൃദ്ധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയകരം സർവലോകൈകനാഥം. ഓം വിശ്വസ്മൈ നമഃ. ഓം വിശ്വം വിഷ്ണുർവഷട്കാരോ ഭൂതഭവ്യഭവൽപ്രഭുഃ ഭൂതകൃദ്ഭൂതഭൃദ്ഭാവോ ഭൂതാത്മാ ഭൂതഭാവനഃ ഭൂതാത്മാ പരമാത്മാ ച മുക്താനാം പരമാഗതിഃ അവ്യയപുരുഷः സാക്ഷി ക്ഷേത്രജ്ഞോക്ഷര ഏവ ച യോഗോ യോഗവിദാം നേതാ പ്രധാനപുരുഷേശ്വരः നാരസിംഹോ ശ്രീമാൻ കേശവഃ പുരുഷോത്തമഃ സർവശർവശിവസ്ഥാണുർഭൂതാദിർനിധിരവ്യയഃ സംഭവോ ഭാവനോ ഭർത്താ പ്രഭവഃ പ്രഭുരീശ്വരः സ്വയംഭൂ ശംഭുരാദിത്യ പുഷ്കരാക്ഷോ മഹാസ്വനഃ അനാദിനിധനോ ധാതാ വിധാതാ ധാതുരുത്തമഃ അപ്രമേയോ ഋഷീകേശ പത്മനാഭോ മരപ്രഭുഃ വിശ്വകർമാ മനുസ്ത്വഷ്ടാസ്തവിഷ്ടസ്തവിരോ ധ്രുവഃ അഗ്രാഹ്യഃ ശാശ്വതഃ കൃഷ്ണോ ലോഹിതാക്ഷപ്രദർദനഃ പ്രബോധശ്രിതഗുബ്ധാമാ പവിത്രം മംഗളം പരം ഈശാന പ്രാണദ പ്രാണോ ജ്യേഷ്ഠശ്രേഷ്ഠ പ്രജാപതിഃ ഹിരണ്യഗർഭോ ഭൂഗർഭോ മാധവോ മധുസൂദനഃ ഈശ്വരോ വിക്രമീ ധന്വീ മേധാവി വിക്രമക്രമഃ അനുത്തമോ ദുരാധർഷ കൃതജ്ഞകൃതിരാത്മവാൻ സുരേശഃ ശരണം ശർമ്മ വിശ്വരേതാ പ്രജാഭവഃ അഹഃ സംവത്സരോ വ്യാഴ പ്രത്യയഃ സർവദർശനഃ അജഃ സർവേശ്വരഃ സിദ്ധഃ സിദ്ധിഃ സർവാദിരച്യുതഃ വൃഷാകവിരമേ ആത്മാ സർവയോഗവിനിസൃതഃ വസുർവസുമനാ സത്യഃ സമാത്മാ സംവിദഃ സമഃ അമോഘഃ പുണ്ഡരീകാക്ഷോ വൃഷകർമാ വൃഷാകൃതിഃ രുദ്രോ ബഹുശിരാബഭ്രുർവിശ്വയോനിസൃജിശ്രവാः അമൃതഃ ശാശ്വതസ്ഥാണുർവരാരോഹോ മഹാതപാः സർവഗഃ സർവവിദ്ഭാനുർവിശ്വക്സേനോ ജനാർദ്ദനഃ വേദോ വേദവിദവ്യംഗോ വേദാംഗോ വേദവിത്കവിഃ ലോകാധ്യക്ഷഃ സുരാധ്യക്ഷോ ധർമാധ്യക്ഷകൃതാകൃതഃ ചതുരാത്മാ ചതുർവ്യൂഹഃ ചതുർദംഷ്ടശ്ചതുർഭുജഃ ബ്രാജിഷ്ണുർഭോജനം ഭോക്താ സഹിഷ്ണുർജഗദാദിജഃ അനഘോ വിജയോ ജേതാ വിശ്വയോനിഃ പുനർവസുഃ ഉപേന്ദ്രോ വാമനഃ പ്രാംശുരമോഘഃ ശുചിരുർജിതഃ അദീന്ദ്രഃ സംഗ്രഹഃ സർഗോ ധൃതാത്മാ നിയമോ യമഃ വേദ്യോ വൈദ്യഃ സദാ യോഗി വീരഃ മാധവോ മധുഃ അതീന്ദ്രിയോ മഹാമായോ മഹോത്സാഹോ മഹാബലഃ മഹാബുദ്ധിർമഹാവീര്യോ മഹാശക്തിർമഹാദ്യുതിഃ അനിർദ്ദേശ്യ വപുഃ ശ്രീമാനമേ ആത്മാ മഹാദ്രിദൃഗ്
महेश्वासो महीभक्ता श्रीनिवासः सदाङ्गतिः अनिरुद्धः सुरानन्दो गोविन्दो गोविदाम्पतिः मरीचिर्दमनोहंसः सुपर्णो भुजगोत्तमः हिरण्यनाभः सुतवा पद्मनाभः प्रजापतिः अमृत्यो सर्वदृक्सिंहः सन्धाता सन्धिमान् स्थिरः अजो दुर्मर्षणः शास्ता विश्रुतात्मा सुरारिः गुरुर्गुरुतमो धाम सत्यः सत्यपराक्रमः निमिषो निमिषस्रग्वी वाचस्पतिरुदारधी अग्रणीर्ग्रामणे श्रीमान् न्यायो नेता समीरणः सहस्रमूर्धा विश्वात्मा सहस्राक्षः सहस्रपात् आवर्तनो निवृत्तात्मा संवृतः संप्रवर्धनः अहः संवर्तको वह्निरनिलो धरणीधरः सुप्रसादः प्रसन्नात्मा विश्वधृग्विश्वभुक् विभुः सत्कर्ता सत्कृतः साधुर्जन्मर्नारायणो नरः असङ्ख्येयो प्रमेयात्मा विशिष्टः शिष्टकृच्छ्रुजिः सिद्धार्थः सिद्धसङ्कल्पः सिद्धिदः सिद्धिसाधनः वृषागी वृषभो विष्णु वृषपर्वा वृषोदरः वर्धनो वर्धमानश्च विविक्तः श्रुतिसागरः सुभुजो दुर्धरो वाग्मी महेन्द्रो वसुदो वसुः नैकरूपो बृहद्रूपः शिपिभिष्टः प्रकाशनः ओजस्तेजोद्युजिधरः प्रकाशात्मा प्रतापनः वृद्धस्पष्टाक्षरो मन्द्रश्चन्द्रांशुर्भास्करद्युतिः अमृतांशोद्भवो भानुः शशबिन्दुसुरेश्वरः औषधं जगतः सेदो सत्यधर्मपराक्रमः भूतभव्यभवन्नाथ पवनः पावनो नलः कामः कामकृत्कान्त कामः कामप्रदः प्रभुः युगादिकृल्युगावर्तो नैकमायो महाशनः अदृश्यो व्यक्तरूपस्य सहस्रजिदनन्दजिद इष्टो विशिष्टजिष्टेष्टा शिखण्डी नकुशो वृषः क्रोधः क्रोधकृत्कर्ता विश्वबाहुर्महीधरः अच्युतः प्रथितः प्राणः प्राणदो वासवानुजः अपाङ्गधिरधिष्ठानमप्रमत्तः प्रतिष्ठितः स्कन्दस्कन्दधरो धुर्यो वायुवाहनः वासुदेवो बृहद्भानुरादिदेवः पुरन्दरः अशोकस्तारणस्तारः शूरः शौर्यजनेश्वरः अनुकूलः सदावर्तः पत्नी पद्मनिभीक्षणः पद्मनाभोरविन्दाक्ष पद्मगर्भः शरीरभृत् महद्भिर्वृद्धो वृद्धात्मा महाक्षो गरुडध्वजः अतुलः शरभो भीमः समयज्ञो कविर्हरिः सर्वलक्षणलक्षण्यो लक्ष्मीवान् समितिञ्जयः विक्षरो रोहितो मार्गो हेतुर्दामोदरः सः महीधरो महाभागो वेगवानमिदाशनः उद्भवक्षोभणो देवा श्रीगर्भः परमेश्वरः करणं कारणं कर्ता विकर्ता गहनो गुहः व्यवसायो व्यवस्थान संस्थानस्थानदो ध्रुवः परद्धि परमस्पष्ट तुष्ट पुष्ट शुभेक्षणः रामो विरामो विरजो मार्गो नेयो नयो नयः वीरः शक्तिमतां श्रेष्ठो धर्मो धर्मविदुत्तमः वैकुण्ठः पुरुषः प्राणः प्राणदः प्रणवः पृथुः हिरण्यगर्भः शत्रुघ्नो व्याप्तो वायुरथोक्षजः ऋतुः सुदर्शनः कालः परमेष्ठी परिग्रहः उग्रः संवत्सरो दक्षो विश्रामो विश्वदक्षिणः विस्तारस्तावरस्ताणो प्रमाणं बीजमव्ययम् अर्थोऽनर्थो महाकोशो महाभोगो महाधनः अनिर्विण्णस्तविष्टो भूर्धर्मयूपो महामघः
नक्षत्रनेमिर्नक्षत्रे क्षमक्षामः समीहनः यज्ञयज्ञो महेज्यस्य क्रतुः सत्रं सदङ्गतिः सर्वदर्शी विमुक्तात्मा योत्यानमुत्तमम् सुव्रतः सुमुखः सूक्ष्मः सुघोषः सुगतः सुकृत मनोहरो जितक्रोधो वीरबाहुर्विदारणः स्वापनः स्ववशो व्यापी नैकात्मा नैककर्मकृत वत्सरो वत्सलो वत्सी रत्नगर्भो धनेश्वरः धर्मकृद्धर्मी सदसक्षरमक्षरम् अविज्ञाता सहस्रांशुर्विधाता कृतलक्षणः गभस्तिनेमि सत्त्वस्था सिंहो भूतमहेश्वरः आदिदेवो महादेवो देवेशो देवभृद्गुरुः उत्तरो गोपतिर्गोप्ता ज्ञानगम्यः पुरातनः शरीरभूतभृद्भोक्ता कपीन्द्रो भूरि दक्षिणः सोमपोमृतभः सोम पुरुजित्पुरुषोत्तमः विनयो जयः सत्यसन्धो दाशार्हः सत्त्वदम्पतिः जीवो विनयिता साक्षी मुकुन्दोमितविक्रमः अम्भो निधिरनन्दात्मा महोदतिशयोऽन्तकः अजो महार्घः स्वाभाव्यो जितामित्रप्रमोदनः आनन्दो नन्दनो नन्द सत्यधर्मा त्रिविक्रमः महर्षिः कपिलाचार्यः कृतज्ञो मेदिनीपतिः त्रिपदस्त्रिदशाध्यक्षो महाशृङ्गकृतान्तकृत महावराहो गोविन्दः सुषेणः कनकाङ्गदी गुह्यो गभीरो गगनो गुप्तश्चक्रगदाधरः वेधास्वाङ्गोजितः कृष्णो दृढः सङ्घर्षणोच्युतः वरुणो वारुणो वृक्षः पुष्कराक्षो महामलाः भगवान् भगहानन्दी वनमाली कलायुधः आदित्यो ज्योतिरादित्यः सहिष्णुर्गतिसत्तमः सुधन्वाखण्डपरशुर्दारुणो द्रविणप्रदः दिवस्पृक् सर्वदृग्व्यासो वाचस्पतिरयो निजः त्रिसामः सामगः साम निर्वाणम् भेषजम्बिषक सन्न्यासकृच्छमशान्तो निष्ठा शान्तिपरायणः शुभाङ्गः शान्तिदः स्रष्टा कुमुदः कुवलेशयः योगितो गोपतिर्गोप्ता वृषभाक्षो वृषप्रियः अनिवर्ती निवृत्तात्मा संक्षेप्ताक्षेमकृच्छिवः श्रीवत्सवक्षा श्रीवासा श्रीपति श्रीमताम्बरः श्रीधः श्रीशः श्रीनिवासः श्रीनिधि श्रीविभावनः श्रीधरः श्रीकरः श्रेयः श्रीमान् लोकत्रयाश्रयः स्वक्षः स्वङ्गः सदानन्दो नन्दिर्ज्योतिर्गणेश्वरः विजितात्मा विधेयात्मा सत्कीर्तिच्छिन्न संशयः उदीर्णः सर्वतः चक्षुरनीशः शाश्वतस्थिरः भूषयो भूषणो भूतिर्विशोकः शोकनाशनः अर्चिष्मानर्चितः कुम्भो विशुद्धात्मा विशोधनः अनिरुद्धो प्रतिरथ प्रद्युम्नोमितविक्रमः कालनेमिनिहा वीरः शौरिः शूरजनेश्वरः त्रिलोकात्मा त्रिलोकेशः केशवः केशिकाहरिः कामदेवः कामबालः कामी गान्धकृतागमः अनिर्देश्य वपुर्विष्णुर्वीरो नन्दो धनञ्जयः ब्रह्मण्यो ब्रह्मकृद्ब्रह्मा ब्रह्म ब्रह्मविवर्धनः ब्रह्मविद्ब्राह्मणो ब्रह्मी ब्रह्मज्ञो ब्राह्मणप्रियः महाक्रमो महाकर्मा महातेजा मघोरगः महाक्रतुर्महायज्वा महायज्ञो महाकविः स्तव्यस्तव प्रियस्तोत्रं स्तुतिस्तोतारणप्रियः पूर्णपूरयिता पुण्यः पुण्यकीर्तिरनामयः मनोजवस्तीर्थकरो वसुरेदा वसुप्रदः वसुप्रदो वासुदेवो वसुर्वसुमना कविः
सद्गति सत्कृति सत्ता सद्भूति सत्परायणः शूरसेनो यदुश्रेष्ठः सन्निवासः सुयामुनः भूतावासो वासुदेवः सर्वासु निलयो नलः दर्पः दर्पदो दृप्तो दुर्धरो धावराजितः विश्वमूर्तिर्महामूर्तिर्दीप्तमूर्तिरमूर्तिमान् अनेकमूर्तिरव्यक्तः शतमूर्तिः शताननः एकोनैकः सवः किं यत्तत्पदमनुत्तमम् लोकबन्धुर्लोकनाथो माधवो भक्तवत्सलः सुवर्णवर्णो हेमाङ्गो वराङ्गश्चन्दनाङ्गदी वीरः विषमशून्यो घृताशीरजलश्चलः अमानी मानदो मन्यो लोकस्वामी त्रिलोकदृक् सुमेधा मेधजो धन्या सत्यमेधादरादरः तेजो वृषोद्युतिधरः सर्वशस्त्रभृताम्बरः प्रग्रहो निग्रहो व्यग्रो नैकशृङ्गो गदाग्रजः चतुर्मूर्तिश्चतुर्बाहुश्चतुर्व्यूहश्चतुर्गतिः चतुरात्मा चतुर्वेदविदेहवान् समावर्तो निवृत्तात्मा दुर्जयो दुरतिक्रमः दुर्लभो दुर्गमो दुर्गो दुरावासो दुरारिः शुभाङ्गो लोकसारङ्गः सुतन्धुस्तन्दुवर्धनः इन्द्रकर्मा महाकर्मा कृतकर्मा कृतागमः उद्भवः सुन्दरः सुन्दोरत्ननाभः सुलोचनः अर्को वाजसनः शृङ्गी जयन्तः सर्वविद्यये सुवर्णबिन्दुरक्षोभ्यः सर्वभागीश्वरेश्वरः महाघ्रतो महाकर्तो महाभूतो महानिधिः कुमुदः कुन्दरः कुन्दपर्जन्यः पावनो निलः अमृतांशो मृतवपु सर्वज्ञः सर्वतोमुखः सुलभः सुव्रतः सिद्धः शत्रुजिश्चत्रुधावनः नेद्रोदुम्बरो चाणूराङ्ग्रनिषूदनः सहस्रार्ची सप्तजिह्वः सप्तैधा सप्तवाहनः अमूर्तिरनघो चिन्त्यो भयनाशनः अणुर्बृहत्कृशस्थूलो गुणो महान् अधृतः स्वधृतः स्वास्य प्राग्वंशो वंशवर्धनः भारभृल्कथितो योगी योगीशः सर्वकामदः आश्रमश्रमणक्षाम सुपर्णो वायुवाहनः धनुर्धरो धनुर्वेदो दण्डो दमयिदादमः अवराजितः सर्वसहो नियन्ता नियमो यमः सत्त्ववान् सात्विकः सत्यधर्मपरायणः अभिप्राय प्रियार्होर्हः प्रियकृत्प्रीतिवर्धनः विहाय सकलिर्ज्योतिःसुरुचिर्हुतभुग्विभुः रविर्विलोचनः सूर्यः सवितारविलोचनः अनन्दो हुतभुग्भोक्ता सुगतो नैकजोऽग्रजः अनिर्विण्णः सदामर्षि लोकाधिष्ठानमद्भुतः सनातनतमः कपिलः कपिलव्ययः स्वस्तिदः स्वस्तिगृः स्वस्ति स्वस्ति भुक् स्वस्ति दक्षिणः अरौद्रः कुण्डली चक्रे विक्रम्योर्जितशासनः शब्दादिगः शब्दसः शिशिरः शर्वरीकरः अक्रूरः पेशलो दक्षो दक्षिणक्षमिणाम्बरः विद्वत्तमो वीतभया पुण्यश्रवणकीर्तनः उत्तारणो दुष्कृतिका पुण्यो दुःस्वप्ननाशनः वीरः रक्षणः सन्दो जीवनः पर्यवस्थितः अनन्तरूपो नन्दश्रीर्जितमन्युर्भयापकः चतुरस्रो गभीरात्मा विदिशो व्यादिशो दिशः अनादिर्भूर्भुवो लक्ष्मी सुवीरो रुचिराङ्गतः जननो जनजन्मादिर्भीमो भीमपराक्रमः आधारनिलयो दाता पुष्पः सप्रजागरः ऊर्ध्वगः सल्पधाजार प्राणदः प्रणवपणः
പ്രമാണം പ്രാണനിലയ പ്രാണഭൃത്പ്രാണജീവനഃ തത്വം തത്വവിദേകാത്മാ ജന്മ മൃത്യുജരാദികഃ ഭൂർഭുവഃ സ്വസ്തരുസ്താരः സവിതഃ പ്രപിതാമഹः യജ്ഞോ യജ്ഞവതിർയജ്വാ യജ്ഞാംഗോ യജ്ഞവാഹനഃ യജ്ഞഭൃൽയജ്ഞകൃൽയജ്ഞീ യജ്ഞഭുഗ്യജ്ഞസാധനഃ യജ്ഞാന്തകൃൽയജ്ഞഗുഹ്യമന്നമന്നാദ ഏവ ച ആത്മയോനി സ്വയം ജാതോ വൈഘാനഃ സാമഗായനഃ ദേവകീനന്ദനഃ സ്രഷ്ടാ ക്ഷിരീശഃ പാപനാശനഃ ശംഖഭൃന്നന്ദഗീചക്രീ ശാർङ्गधन्वा ഗദാധരഃ രഥാംഗപാണിഃ ക്ഷോഭ്യ സർവപ്രകരണായുധഃ സർവപ്രകരണായുധ ഓം നമ ഇതി വനമാലീ ഗദീശാലീ ശംഖീ ചക്രീ ച നന്ദകീ ശ്രീമന്നാരായണോ വിഷ്ണു വാസുദേവോഭിരക്ഷതു വനമാലീ ഗദീശാംഗീ ശംഖീ ചക്രീ ച നന്ദകീ ശ്രീമന്നാരായണോ വിഷ്ണുർവാസുദേവോഭിരക്ഷതു വനമാലീ ഗദീശാംഗീ ശംഖീ ചക്രീ ച നന്ദകീ ശ്രീമന്നാരായണോ വിഷ്ണുർവാസുദേവോഭിരക്ഷതു വാസുദേവോഭിരക്ഷതു ഓം നമ ഇതി നമോസ്ത്വനന്തായ സഹസ്രമൂർത്തയേ സഹസ്രപാദാക്ഷി ശിരോരുബാഹവേ സഹസ്രനാമ്നേ പുരുഷായ ശാശ്വതേ സഹസ്രകോടീപധാരിണേ നമഃ. ഇനി ഭഗവാന്റെ അവതാര ഭാഗമാണ് വായിക്കുന്നത്. ദശമസ്കന്ധത്തിലെ 3-ാമത്തെ അധ്യായം. ആ ഭാഗം വായിക്കുന്ന സമയത്ത് അവതാര